ഇത്തവണത്തെ സ്കൂൾ വാർഷിക ആഘോഷം കണ്ട് ഈ ഇത്തിരി കണ്ടം കിടങ്ങ് ഒന്നിനൊരു കുറവ് വരുത്തരുത്. എന്താണത്? ഒരു കുറവ് വരുത്തരുന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തീരും മുമ്പേ കുറവാണെന്നോ? ഞാനൊരു കുറവ് വരുത്തിയിട്ടില്ല. എന്താ ടീച്ചർ ഇത്? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ പോരെ? പിള്ളേരെ കൊണ്ട് പറയിക്കുക. അതിനൊന്നും കുറവാന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ടാണ് കുട്ടികൾ കിടന്ന് കുറവാണെന്ന് പറയുന്നത്. എന്ത് കുറവാണ് നിങ്ങൾക്ക് ഉണ്ടായതേ? എന്നോട് പറയൂ. അയ്യോ, അത് പാട്ടാണ് പാപ്പിച്ചായ. കുറവാ കുറവാ ഏലമണി കാട്ടിലെ മലം കുറവാ ഏലമണി. മലം കുറവാണ് ഇവര് ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പറ. അപ്പൊ കാണാം. ശരി. പാപ്പിച്ചായന്റെ ഗുൾഫി വരുന്നു. ഇവിടെ വന്നു. ടീച്ചർ പഠിപ്പിച്ചിരുന്ന സ്കൂളല്ലേ, എപ്പോ വേണമെങ്കിലും വരാലോ. കുറെ ദിവസത്തിന് ശേഷം മുഖാമുഖം കാണുമല്ലേ, മുഖത്തുനിന്ന് കണ്ണാടി എടുത്ത് മാറ്റിക്കോ, ഇല്ലേ ചിലപ്പോ തല്ലിപ്പിടിച്ച് കളയും. അതല്ലേ. ജുബ്ബ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. എന്താ പറയണ്ടേ? 2 ചായയും 2 കടിയും പറഞ്ഞാലോ? രണ്ടുപേര് കണ്ടുമുട്ടുമ്പോ എന്താ പറയേണ്ടത്? നോക്കി നടക്കണോന്ന്. അല്ല, 2 പേര് കൂട്ടിമുട്ടുമ്പോ അങ്ങനെയല്ലേ പറയാ. എടാ നമസ്കാരം പോലെ എന്തെങ്കിലും. പാപ്പിച്ചായന്റെ ഒരു ഗെയിം അനുസരിച്ച് ഗുഡ് മോർണിംഗ് പറയാം. കോട്ടളിയ കൈ. ഗുഡ് മോർണിംഗ്. പിടിച്ചോ. പഞ്ചായത്ത് പ്രസിഡന്റല്ലേ, നമസ്തേ ആയാലോ? ശരിയാ, അത് കൊള്ളാം. നമസ്തേ. പക്ഷെ ഗുഡ് മോർണിംഗ് അല്ലേ നല്ലത്? എന്നാ ഗുഡ് മോർണിംഗ്. നമസ്തേ പുതിയ ലിപി, അത് കലക്കൂട്ടോ. നമസ്തേ. മിണ്ടാതിരിക്കെ, എനിക്കറിയാം എന്താ പറയണ്ടേന്ന്. ഗുമസ്തേ. കളിയാക്കിയതാ? ഞാൻ പ്രസിഡന്റ് ആയതിന്റെ ദേഷ്യ? അല്ല, പെട്ടെന്ന് കണ്ടപ്പോ ഗുഡ് മോർണിംഗ് നമസ്തേ കൂട്ടിമുട്ടി ഒന്നായിട്ട് വന്നതാ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഒന്നും പറയണ്ടെന്ന്. നന്നാവണുണ്ട്. അത് പിന്നെ ടീച്ചർ അമ്മാതിരി തീറ്റയല്ലേ തിന്നണത്. നീ പോയിട്ട് വണ്ടിയിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വന്നേ. പാപ്പിച്ചായന്റെ ഫോൺ. നീ ഇത് വണ്ടി കൊണ്ട് വെച്ചേ, എന്നിട്ട് അവിടെ തന്നെ നിന്നോ. എന്തിനാ? ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഫോൺ എടുക്കാൻ ആള് വേണ്ടേ? അല്ല, അതിപ്പോ ഇവിടെ നല്ല എടുക്കാലോ. തർക്കുത്തരം പറയുന്നോടാ. ഇതിലാരും വിളിച്ചില്ലെങ്കിൽ നീ ആരെങ്കിലും വിളിച്ചോളാം. പോടാ. പ്രവർത്തനം നന്നാവുന്നുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും അതിൽ നന്നായിട്ട് ആനി നടത്തുന്നുണ്ട്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ വിഷമം അതെല്ലാം കണ്ടപ്പോ മാറിയിട്ടോ. അതിന് പാപ്പിച്ചാനോടാ ഞാൻ താങ്ക്സ് പറയേണ്ടത്. എന്തിന്? ജയിച്ചിട്ടും തോറ്റു പോകുമായിരുന്ന എന്നെ ജയിപ്പിച്ചു തന്നെ നിർത്തിയതിന്. മനസ്സിലായില്ല. പാപ്പിച്ചായന്റെ ഈ ഡയറിയാണ് എന്റെ പാഠപുസ്തകം. പാപ്പിച്ചായനോട് ചോദിക്കാതെ വീട്ടിൽ നിന്ന് എടുത്തതാ. സോറി. നന്നായിട്ട് വരയ്ക്കുമല്ലേ? ഞാൻ എല്ലാം കോപ്പി അടിച്ചിട്ടൊന്നുമില്ല. ചില്ലറ കൂട്ടിച്ചേർക്കലും തിരുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയം, ആ ചന്ദ്രേട്ടന്റെ പറമ്പിൽ നിന്ന് പോകുന്ന തോട് കിഴക്കോട്ട് തിരിച്ചു വിടണമെന്ന് എഴുതിയിട്ടില്ലേ? പക്ഷേ അത് അവിടെ